नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 69. ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 680. തുടർന്നു ഭഗവാൻ സുധർമ്മ എന്ന പേരുള്ള സഭാമണ്ഡപത്തിൽ എത്തും. സുധർമ്മ എന്ന ഈ സഭാമണ്ഡപം സ്വർഗലോകത്തുനിന്നു കൊണ്ടുവന്നു ഇവിടെ ദ്വാരകയിൽ പുനഃപ്രതിഷ്ഠ ചെയ്തതാണെന്ന കാര്യം ഓർമ്മിക്കണം. ഇതിൽ പ്രവേശിക്കുന്നവർ വിശപ്പ്, ദാഹം, ദുഃഖം, മതിഭ്രംശം, വാർദ്ധക്യം, മരണം എന്നീ 6 ഭൗതിക വേദനകളിൽ നിന്നു മുക്തരാകും എന്നതാണ് ഈ സഭാമണ്ഡപത്തിൻ്റെ സവിശേഷമായ പ്രാധാന്യം. ഭൗതികാസ്തിത്വത്തിൻ്റെ മാറാലകളാണല്ലോ ഇവയൊക്കെ. സുധർമ്മ എന്ന സഭാമണ്ഡപത്തിലായിരിക്കുന്നിടത്തോളം സമയം ഇപ്പറഞ്ഞതൊന്നും ബാധിക്കില്ല. 16,000 കൊട്ടാരങ്ങളോടും വിട പറഞ്ഞു ഭഗവാൻ വീണ്ടും ഏകനായി ഭവിച്ച് മറ്റു യദുവംശാംഗങ്ങളുമൊത്ത് ഘോഷയാത്രയായി സുധർമ്മ മണ്ഡപത്തിൽ പ്രവേശിക്കും. സഭാമണ്ഡപത്തിൽ അദ്ദേഹം സമുന്നതമായ സിംഹാസനത്തിലാണ് ഉപവിഷ്ടനാകുക പതിവ്. അപ്പോൾ അതീന്ദ്രിയ ദീപ്തിയുടെ കണ്ണഞ്ചിക്കുന്ന രശ്മികൾ കാണാം. യദുവംശത്തിലെ വീരനായകന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിലെ അനന്തകോടി ജ്യോതിസ്സുകളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ കൃഷ്ണൻ മിന്നിത്തിളങ്ങി. വിദൂഷകന്മാർ, നർത്തകർ, പാട്ടുകാർ, നൃത്തനാടകക്കാർ എന്നിവർ മണ്ഡപത്തിൽ ഹാജരായിരുന്നു. അവർ ഭഗവാനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തെ ആഹ്ലാദഭാവത്തിലാക്കാനായി അവരൊക്കെ തങ്ങളുടെ ജോലി തുടങ്ങുകയായി. ആദ്യത്തെ ഊഴം വിദൂഷകരുടേതാണ്. ഭഗവാനും സംബന്ധികൾക്കും തങ്ങളുടെ നേരമ്പോക്കുകൾ ഹൃദ്യമായി തോന്നി. അവരുടെ പ്രഭാതത്തിലെ മാനസികാവസ്ഥയെ കൂടുതൽ ഉന്മേഷവത്താക്കും വിധം വിദൂഷകർ സംഭാഷണം തുടങ്ങും. തുടർന്ന് നാടകക്കാർ അവരുടെ ഭാഗം അഭിനയിക്കും. പിന്നീട് നർത്തകരുടെ നൃത്തം, മൃദംഗം, വീണ, പുല്ലാങ്കുഴൽ എന്നിവ ചേർന്ന പശ്ചാത്തല സംഗീതവും, തുടർന്ന് പാഖ്വജ് എന്ന മറ്റൊരു തരം ചെണ്ടയുടെ മേളവും ഉണ്ടാകും. ഈ സംഗീതധ്വനിയുടെ ഇടയിൽ മംഗളസൂചകമായ ശംഖധ്വനിയും മുഴങ്ങും. സൂതന്മാർ, മാഗധർ തുടങ്ങി ആലാപനം തൊഴിലാക്കിയിട്ടുള്ളവർ ഗാനാലാപം നടത്തും. മറ്റുള്ളവർ നൃത്തം നടത്തും. ഇപ്രകാരം ഭക്തന്മാരെന്ന നിലയിൽ അവർ പരമപുരുഷനെ സാദരം പ്രാർത്ഥിക്കും. ചിലപ്പോൾ സഭയിൽ സന്നിഹിതരായിട്ടുള്ള ബ്രാഹ്മണർ വേദസ്തുതികൾ ആലപിക്കും.
തങ്ങൾക്കറിയാവുന്ന മട്ടിൽ അവ ശ്രോതാക്കളെ വ്യാഖ്യാനിച്ചു കേൾപ്പിക്കും. മറ്റു ചില അവസരങ്ങളിൽ അവരിൽ ചിലർ തന്നെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങളുടെ ചരിത്രം വർണ്ണിച്ചു പാടും. സംബന്ധികളാൽ അനുഗതരായി ഭഗവാൻ അതു കേട്ട് അത്യന്തം സന്തോഷിക്കുകയും ചെയ്യും. ഒരിക്കൽ സഭാമന്ദിരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അജ്ഞാതനായ ഒരു വ്യക്തി വന്നുചേർന്നു. സദസ്സിലുള്ള ഒരാൾക്കും അയാളെ അറിയില്ലായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അനുവാദത്തോടെ ദ്വാരപാലകൻ അയാൾക്ക് അകത്തുകടക്കാൻ അനുവാദം നൽകി. അയാളെ ഭഗവാന്റെ മുമ്പിൽ ഹാജരാക്കാൻ ദ്വാരപാലനോടു കൽപ്പനയായി. അതനുസരിച്ച് ആഗതൻ ഭഗവാനെ ബദ്ധാഞ്ജലിയായി സാദരം വണങ്ങി അകത്തു കടന്നു. മറ്റു രാജ്യങ്ങൾ മുഴുവൻ ഒന്നൊന്നായി ജരാസന്ധൻ കീഴടക്കിയപ്പോൾ അവരിൽ മിക്കവരും ജരാസന്ധന്റെ മുമ്പിൽ തല കുനിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിൻ്റെ ഫലമായി ഏകദേശം 20,000-ഓളം വരുന്ന രാജാക്കന്മാരെ ജരാസന്ധൻ ബന്ധനസ്ഥരാക്കി കാരാഗൃഹത്തിലടച്ചു. തടവുകാരാക്കപ്പെട്ട രാജാക്കന്മാരുടെ പ്രതിനിധിയായ ദൂതനായിരുന്നു ഭഗവാന്റെ മുമ്പിൽ ദ്വാരപാലകൻ ഹാജരാക്കിയ ഈ വ്യക്തി. ഭഗവാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അയാൾ യഥാർത്ഥമായ അവസ്ഥ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ, അതീന്ദ്രിയാനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശാശ്വത രൂപമാണവിടുന്ന്. അങ്ങനെയിരിക്കെ ഈ ലോകത്തെ ഏതു ഭൗതിക മനുഷ്യൻ്റെയും വിവരണത്തിനും മാനസികമായ അഭ്യൂഹത്തിനും എത്താത്ത ദൂരത്തിലാണവിടുന്ന്. അവിടുത്തെ പാദപദ്മങ്ങളിൽ നിരുപാധികം ശരണം തേടിയിട്ടുള്ളവർക്ക് അവിടുത്തെ മഹാമാനങ്ങളുടെ നിസ്സാരമായ ഒരംശം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം ഭൗതികമായ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, ഇത്തരം സമർപ്പിതാത്മാക്കളിൽ ഒരാളല്ല ഞാൻ. ഇപ്പോഴും ഞാൻ ഭൗതികാസ്തിത്വത്തിൻ്റെ വിരുദ്ധ ദ്വന്ദ്വങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയുടെ പാദപദ്മങ്ങളെ അഭയം പ്രാപിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം ജനന മരണങ്ങളുടെ പുനരാവൃത്തിയെ ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, എന്നെപ്പോലെ തന്നെ ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെയും അവയുടെ പാപഫലങ്ങളുടെയും നിത്യമായ ഊരാക്കുടുക്കിൽപ്പെട്ടുഴലുന്ന അനേകം ജീവാത്മാക്കളുണ്ടെന്ന് എനിക്കറിയാം. അത്യന്തം ഹൃദ്യവും ഒരുവൻ്റെ അസ്തിത്വത്തിന് അത്യന്തം ശുഭകരവും ആയിട്ടുകൂടി ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ അവിടുത്തെ നിർദ്ദേശത്തെ അനുസരിക്കാൻ അവർക്കാഭിമുഖ്യമില്ല. നേരെ മറിച്ച് കൃഷ്ണാവബോധത്തോടെയുള്ള ജീവിത പന്ഥാവിന് എതിരുമാണ്. അങ്ങനെ അവർ ഭൗതികാസ്തിത്വത്തിൻ്റെ വിഭ്രമശക്തിയാൽ ഉത്തേജിതരായി ത്രിലോകങ്ങളിലും അലഞ്ഞു തിരിയുകയുമാണ്. ഹരേ കൃഷ്ണ.